മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് മകേഷിന്റെ പ്രതികാരം. മികച്ച തിരക്കഥയ്ക്കും മികച്ച മലയാള സിനിമയ്ക്കുമുള്ള ദേശീയ പുരസ്കാരം മകേഷിന്റെ പ്രതികാരത്തിനായിരുന്നു. ആ സിനിമയിലെ ഓരോ രംഗവും ആസ്വാദ്യകരമാണ്. അതിൽ ഒന്നാണ് സൗബിൻ ഷാഹിർ പാടുന്ന കുമ്മട്ടിക്ക ജ്യൂസ് എന്ന പാട്ട്. ആ പാട്ട് വലിയ ഹിറ്റായി. മമ്മൂട്ടി ആരാധകർക്ക് വരെ ആ പാട്ട് ഏറെ രസിച്ചു. എങ്കിലും എല്ലാവർക്കും ഒരാശങ്ക ഉണ്ടാവും, മമ്മൂട്ടി ആ പാട്ടിനോട് എങ്ങനെയാവും പ്രതികരിച്ചിട്ടുണ്ടാവുക, പാട്ട് അവതരിപ്പിച്ച സൗബിനോട് മമ്മൂട്ടി എന്താവും പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ. എന്നാൽ എല്ലാം മറിച്ചായിരുന്നു. സൗബിൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ഫിലിം റിലീസായപ്പോൾ പാട്ട് ഹിറ്റായി. മമ്മൂക്കയുടെ വീട്ടിൽ ചെന്നപ്പോൾ എന്താണ് കുടിക്കാൻ വേണ്ടത് എന്ന് ചോദിച്ചു. അവന് കുമ്മട്ടിക്ക ജ്യൂസ് കൊടുത്തോ. പാട്ട് പാടിക്കുകയും ചെയ്തു. മമ്മൂക്കയ്ക്ക് സന്തോഷവുമായിരുന്നു. ഞാനില്ലാത്ത പടത്തിൽ എന്റെ പേര് പറഞ്ഞ് കയ്യടി മേടിച്ചില്ലേ, കൊള്ളാം എന്ന് മമ്മൂക്ക പറഞ്ഞു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു. മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. മനോരമയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് സൗബിൻ ഈ കാര്യം പറഞ്ഞത്. ശ്യാം പുഷ്കർ നിർബന്ധിച്ചാണ് ആ പാട്ട് സിനിമയിൽ ഉൾപ്പെടുത്തിയത്. പണ്ട് സ്കൂളിൽ വൈകുന്നേരം ബെല്ലടിക്കുമ്പോൾ സന്തോഷം കൊണ്ട് പാടുമായിരുന്നു, ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ് എന്ന്. ശ്യാം അത് സിനിമയിൽ കറക്റ്റ് സ്ഥലത്ത് കൊടുത്തതുകൊണ്ടാണ് ആ പാട്ട് വിജയിച്ചത്. ട്രെയിലറിൽ ആ പാട്ട് നന്നായി ശ്രദ്ധിച്ചു. ഇപ്പോൾ ഏത് വീട്ടിൽ പോയാലും കടയിൽ പോയാലും സൗബിനോട് എല്ലാവരും ചോദിക്കുമത്രേ, മോനെ കുമ്മട്ടിക്ക ജ്യൂസ് എടുക്കട്ടെ. കുമ്മട്ടിക്ക ജ്യൂസിന്റെ ബ്രാൻഡ് അംബാസിഡറായോ താൻ എന്നാണ് ഇപ്പോൾ സൗബിന്റെ സംശയം.